ശക്തമായ മഴയ്ക്കും കൂടി സാധ്യതയുണ്ട് എന്നതുകൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അറിയുന്ന വിവരങ്ങൾ, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ, എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? കാളിദാസൻ, ഇപ്പോൾ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അതായത് കാലവർഷം 2 ദിവസം കഴിയുമ്പോൾ തന്നെ എത്തും എന്നുള്ള ഒരു പ്രവചനം നേരത്തെ ഉണ്ടായിരുന്നു. കാലവർഷം 27-ന് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു 2 ദിവസം കൂടി നേരത്തെ എത്തും എന്നുള്ള ഒരു സൂചന പിന്നീടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടാവുന്ന കാലവർഷത്തിനേക്കാൾ നേരത്തെയാണ് ഇത്തവണ കാലവർഷം വരുന്നത്. അതോടൊപ്പം ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ മൺസൂൺ മഴ ലഭിക്കുമെന്നുള്ളൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും അത് വലിയ രീതിയിലുള്ള ഒരു ഗുണം ആയി തന്നെ കണക്കാക്കുന്നു. അതിനോടൊപ്പം തന്നെ നേരത്തെ കാലവർഷത്തിന് മുൻപേ തന്നെ മിതമായ നിരക്കിലുമൊക്കെ ശക്തമായ നിരക്കിലും ഒക്കെ പലയിടത്തും മഴ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രവചനമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനത്തുടനീളം വ്യാപകമായി മഴ ഉണ്ട്. ഇന്നും നാളെയും എല്ലാം ശക്തമായ മഴയാണ്. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. എന്നാൽ തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഇടയ്ക്കിടെ ഇടവിട്ടുള്ള മഴ പലയിടത്തുമുണ്ട്. ഏതായാലും ശക്തമായ മഴ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ നാളെ ഏകദേശം ഒരു 11 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട്. അടുത്ത വരാനിരിക്കുന്ന 3 ദിവസങ്ങളിലും ഈ 2 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുണ്ട്. അതായത് നാളെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. അതിനപ്പുറത്തേക്ക് അതിനെ അടുത്ത ദിവസമാണ് ഏകദേശം 7 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകൾക്ക്, അതായത് മറ്റ് 7 ജില്ലകൾക്ക് കൂടി യെല്ലോ അലേർട്ടുമാണ്. വടക്കൻ ജില്ലകളിൽ തന്നെയാണ് വ്യാപക മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് അന്ന് 26-ാം തീയതി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നത്, ഓറഞ്ച് അലേർട്ടുള്ളത്. ഏതായാലും വ്യാപകമായ മഴയാണ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഈ വരും ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട്. തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത വേണം. തീരദേശ മേഖലകളിലെല്ലാം ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്ത് പല മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വിലക്ക് തുടരുന്ന രീതിയിൽ തന്നെയാണ് ലക്ഷദ്വീപ് തീരങ്ങളിലും കേരള തീരത്തിലുമെല്ലാം മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ട്. ശക്തമായ രീതിയിലുള്ള കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. കാളിദാസൻ. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് നിലവിലെ അറിയിപ്പുകൾ അനുസരിച്ച്, നിലവിൽ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതിൽ തിരുവനന്തപുരം, കൊല്ലവും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെ ഇടവിട്ടിടവിട്ട് മഴയുണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും ഇത്തരത്തിലുള്ള അലർട്ടുകൾ തുടരുന്നുണ്ട്. നാളെ 11 ജില്ലകളിൽ അലർട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം.